പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇനി മരിക്കുക തന്നെ ചെയ്യാമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ശ്രുതി മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ശ്രുതിയെ രക്ഷിക്കുന്നതിനായി കുതിച്ചെത്തുകയാണ് ഇപ്പോൾ അശ്വിൻ. മാത്രവുമല്ല, ചാടി മരിക്കാൻ ഒരുങ്ങുന്ന ശ്രുതിയെ വലിച്ചെടുത്ത് രക്ഷിക്കുന്ന അശ്വിൻ എന്ത് വിഡ്ഢിത്തരമാണ് നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഞാൻ കാരണമാണല്ലോ എല്ലാ പ്രശ്നവും ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. എല്ലാവർക്കും സന്തോഷമാകട്ടെ എന്ന് ശ്രുതി പറഞ്ഞതിനെ തുടർന്നാണ് ശ്രുതിയോട് ദേഷ്യപ്പെടുന്ന അശ്വിൻ, നീയില്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് നീ കരുതിയിട്ടുണ്ടോ? ഞാൻ എന്താണ് ഇനി ചെയ്യുക? നിന്നെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ടു പോയില്ലേ എന്ന് വ്യക്തമാക്കുകയാണ് അശ്വിൻ. അപ്രതീക്ഷിതമായ ഈ സംഭവം ശ്രുതിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മാത്രവുമല്ല, അശ്വിൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുള്ളത് കൊണ്ടാണ് അശ്വിൻ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അശ്വിൻ്റെ പ്രണയം ശ്രുതിയെ സന്തോഷിപ്പിക്കുന്നു. മാത്രവുമല്ല, ഇതേ സമയം ശ്രുതി ഇല്ലാത്ത സമയത്ത് തൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ട വേദനയെപ്പറ്റി മനസ്സിലാക്കുന്ന അശ്വിനും തൻ്റെ പ്രണയം ഒടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. രണ്ടുപേരും നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ശ്യാം ഈ കാര്യം കാണാൻ ഇടയാകുന്നത്. തൻ്റെ ശ്രുതിയെ അശ്വിൻ സ്നേഹിക്കുന്നത് കണ്ടു നിൽക്കാൻ തയ്യാറാകാത്ത അവൻ ഇതോടെ പുതിയ ചതിയുമായി ഉടൻ തന്നെ മുന്നിലേക്ക് വരണമെന്നുള്ള തീരുമാനമെടുക്കുകയും ഒടുവിൽ അശ്വിനെ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.